വെൽക്കം ടു ഇഞ്ചിപ്പച്ചടീസ് വിനോദം. ഹായ്, ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്നറിയോ? ഒരു നാടൻ തക്കാളി കറിയാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നാടൻ തക്കാളി കറി. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നാടൻ കറിയൊന്നും ഇട്ടില്ലല്ലോ എന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ റൈസ് പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന സിമ്പിളായൊരു തക്കാളിക്കറി. അപ്പോൾ നമുക്കതെങ്ങനെയാണ് റെഡിയാക്കുമെന്ന് നോക്കാം. നമുക്ക് ഒരു ടൊമാറ്റോ കറി റെഡിയാക്കാം. അതിനായിട്ട് ഞാനിതാ ഒരു മീഡിയം സൈസ് ടൊമാറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ ഒനിയൻ എടുത്ത് വെച്ചിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുക്കറിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ സവാളയുടെ പകുതി ചേർത്ത് കൊടുക്കാം. ഇത് മുഴുവനായിട്ട് വേണ്ട, പകുതി ചേർത്ത് കൊടുക്കാം. ഇനി 3 പച്ചമുളക് കൂടി ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് കറിക്ക് വേണ്ടുന്ന തേങ്ങ അരച്ചെടുക്കാം. അതിനായിട്ട് ഒരു കൈപ്പിടി നിറയെ, എൻ്റെ ഒരു കൈപ്പിടി നിറയെ ഉണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പുളിക്ക് ആവശ്യമായ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ ടേബിൾ സ്പൂണ് തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. ഇതാ തേങ്ങേൻ്റെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. തൈര് ചേർത്തു, പിന്നെ അതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് അതുകൂടി നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് വെള്ളത്തിലൊക്കെ കലക്കിയിട്ട് നമുക്കതുകൂടി കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി കറിയൊന്ന് നന്നായി തിളക്കട്ടെ. അപ്പോൾ നമ്മൾ തിളപ്പിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഒരേ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാൻ നോക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ. നമ്മൾ ഫ്ലെയിം കൂട്ടുകയും കുറക്കുകയും ചെയ്താൽ നമ്മളെ കറി ഒരു പിരിഞ്ഞ പോലെ ഉണ്ടാവും. കാരണം നമ്മൾ തൈര് കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. കറി ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ പുളി കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് തൈര് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് നമുക്ക് ചെറുതായി മുറിച്ച കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഒരു സവാളയുടെ പകുതിയല്ലേ എടുത്തത്. അപ്പോൾ ബാക്കി സവാള ഈ ചൂടായ ഓയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാളയൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ ഈ ഓഫ് ചെയ്ത് വെച്ച കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ സിമ്പിളായിട്ടൊരു കറി നമ്മൾ റെഡിയാക്കി. ഒരു പണിയുമില്ല, വളരെ എളുപ്പത്തിൽ
ബാച്ചിലേഴ്സിനൊക്കെ വളരെ എളുപ്പമായിരിക്കും വിചാരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ തക്കാളിക്കറി റെഡിയായി. വളരെ സിമ്പിളായി റെഡിയാക്കാൻ പറ്റുന്ന ഈ തക്കാളിക്കറിയുടെ റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നത് വരെ ബൈ. Thanks for watching.